കടലിലെ ജീവികളുടെ എക്കാലത്തെയും പേടി സ്വപ്നമായ ഷാർക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ പുതിയ വീഡിയോയിൽ സംസാരിക്കാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഷാർക്കുകളുടെ ചരിത്രം തുടങ്ങുന്നത് പണ്ടാണ്, അതായത് ഡൈനോസസ് ജീവിച്ചിരുന്നതിന് മുമ്പുള്ള കാലഘട്ടം. 450 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസസിന്റെ കാലഘട്ടത്തിൽ ഷാർക്കിന്റെ ഓൾഡ് സ്പീഷീസുകൾ ഉണ്ടായിരുന്നതിന്റെ തെളിവ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഷാർക്കുകളുടെ സ്പീഷീസ് എന്നത് ഏകദേശം 500-ൽ കൂടുതലുണ്ട്. ആ 500 ഷാർക്ക് സ്പീഷീസിനെയും കോമണായി വിളിക്കുന്ന ഒരു പേരാണ് കോൺട്രിടൈസ്. ഷാർക്കുകൾ രക്തത്തിന്റെ മണം തിരിച്ചറിയുന്നതിൽ അഗ്രഗണ്യന്മാരാണ്. കടലിൽ ഒരു തുള്ളി രക്തം വീണാൽ അത് രക്തമാണെന്ന് 8 കിലോമീറ്റർ ദൂരെ വെച്ച് തന്നെ മണം പിടിച്ച് തിരിച്ചറിയാനുള്ള കഴിവ് ഷാർക്കുകൾക്കുണ്ട്. ഷാർക്കുകളുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ടതും അത് വേട്ടയാടുമ്പോൾ അധികം യൂസ് ചെയ്യുന്നതുമായ ഒരു ഭാഗമാണ് അതിൻ്റെ പല്ലുകൾ. ശരിക്കും ഷാർക്കുകളുടെ പല്ലുകൾ എന്നത് മറ്റു മൃഗങ്ങളെപ്പോലെ ഒറ്റ ലൈനല്ല, അത് ഡബിൾ ലൈനാണ്. ഷാർക്കുകളുടെ പല്ല് എത്ര കൊഴിഞ്ഞു പോയാലും അത് ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഏകദേശം 40,000 മുതൽ 50,000 പല്ലുകളാണ് ഷാർക്കുകളുടെ ജീവിതകാലം മൊത്തം വളരുന്നത്. എന്നാൽ എല്ലാ ഷാർക്കുകളുടെ പല്ലുകളും എന്നത് ഒരേ ടൈപ്പല്ല. കടലിൻ്റെ അടുത്തിട്ട് ജീവിക്കുന്ന ഷാർക്കുകളുടെ പല്ലുകൾ എന്നത് വളരെ കട്ടിയുള്ളതും വണ്ണമുള്ളതുമായിരിക്കും. അതേപോലെ കടലിൻ്റെ മുകളിൽ, അതായത് കടലിൻ്റെ സർഫേസിൽ ജീവിക്കുന്ന സ്രാവുകളുടെ പല്ലുകൾ എന്നത് വളരെ ഷാർപ്പുമായിരിക്കും. ഷാർക്കുകൾ ശ്വാസം എടുക്കുന്നത് അതിൻ്റെ വായിൻ്റെ മുകളിലെ 2 ഹോൾസ് ഉണ്ട്, അത് വെച്ചല്ല. ഷാർക്കിൻ്റെ വായിൻ്റെ മേലുള്ള 2 ഹോൾസ്, അതായത് നോസ്ട്രിൽസ് എന്നാണ് അതിൻ്റെ പേര്. ഷാർക്കിൻ്റെ വായിൻ്റെ മുകളിലുള്ള നോസ്ട്രിൽസ് എന്ന 2 ഹോളുകൾ ഉപയോഗിക്കുന്നത് ശ്വാസം എടുക്കാനല്ല, അത് കടലിലെ മണം തിരിച്ചറിയാനാണ് ഷാർക്കുകൾ ഉപയോഗിക്കുന്നത്. ഷാർക്കുകളുടെ തലയുടെ പിൻഭാഗത്ത് അലുവ വെട്ടിയതുപോലെ ഗിൽസ് എന്നൊരു ഭാഗമുണ്ട്, അത് വെച്ചാണ് ഷാർക്കുകൾ ശ്വാസം എടുക്കുന്നത്. ഷാർക്കുകൾ വായിലൂടെ വെള്ളമെടുത്ത് ഗിൽസിലൂടെ പുറത്തു കളഞ്ഞ് ശ്വാസമെടുക്കുന്ന രീതിയാണ് റാമിങ്. ഷാർക്കുകൾ എന്നത് 24 മണിക്കൂറും നീന്തിയാൽ മാത്രമാണ് അത് ജീവിക്കുള്ളൂ, ഇല്ലെങ്കിൽ അത് മരിച്ചുപോകും. ഷാർക്കുകൾക്ക് അതിൻ്റെ മുഖത്തിൻ്റെ മുൻഭാഗം വെച്ച് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഷാർക്കുകൾക്ക് അതിൻ്റെ ഇര എത്ര ദൂരത്താണ്, എവിടെയാണ് എന്നുള്ള കാര്യം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഷാർക്ക് സ്പീഷീസിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആപെക്സ് പ്രൊഡക്ടറാണ് വൈറ്റ് ഷാർക്ക് ആൻഡ് ടൈഗർ ഷാർക്ക്. ഇവയ്ക്ക് കടലിൽ ശത്രുക്കളെയില്ല, കാരണം ഈ മീനുകളെ വേട്ടയാടാൻ ധൈര്യമുള്ള ഒരു മീനും കടലിലില്ല. ഷാർക്കുകൾക്ക് വേഗത്തിൽ നീന്താനും വേഗത്തിൽ വേട്ടയാടാനും സഹായിക്കുന്ന അതിൻ്റെ ശരീരത്തിലെ ഒരു ഭാഗമാണ് ഫിൻസ്. എന്നാൽ ആ ഫിൻസ് വെച്ച് ഷാർക്കുകൾക്ക് ബാക്കിലേക്ക് വരാനോ യൂട്ടേൺ അടിക്കാനോ സാധിക്കില്ല. ഷാർക്കുകൾ നീന്തൽ നിർത്തിയാൽ മരിക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതെങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് നോക്കിയാൽ ഷാർക്കുകൾ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഉറങ്ങുന്നത്. ഷാർക്കുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈഡ് ബ്രെയിൻ ഓണാക്കിയിടാനും അതേപോലെ മറ്റൊരു സൈഡ് ബ്രെയിൻ ഓഫാക്കിയിടാനും ഷാർക്കുകൾക്ക് സാധിക്കും. ഷാർക്കുകൾക്ക് ഭക്ഷണം കിട്ടാതെ 2-3 മാസം ഇരുന്നാലും അതിൻ്റെ കുടൽ കരിഞ്ഞു പോയാലും അതിന് ഇഷ്ടപ്പെടാത്തൊരു ഭക്ഷണമായാൽ അത് ഒരിക്കലും കഴിക്കില്ല. ഈ ഷാർക്ക് വർഗത്തിൽ തന്നെ പ്രസവിക്കുന്ന മീനുകളുമുണ്ട്. എക്സാമ്പിൾ ടൈഗർ ഷാർക്ക്, ബ്ലൂ ഷാർക്ക് എന്നതുപോലെ. പിന്നെ മുട്ടയിടുന്ന ഷാർക്കുകളുമുണ്ട്. ഈ ഷാർക്കിൽ തന്നെ 10 മുട്ട മുതൽ 300 മുട്ടകൾ വരെ ഇടുന്ന ഷാർക്കുകളുമുണ്ട്. ഷാർക്കുകളിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായി മുട്ടയിടുന്ന ഒരു ഷാർക്കുണ്ട്. അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ മുട്ടൻ്റെ ഉള്ളിൽ പൂർണ്ണമായി വളർന്നൊരു ഷാർക്ക് കുട്ടിയെ കാണാൻ പറ്റും. ആർട്ടിക് ഓഷ്യൻ, അന്റാർട്ടിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ അങ്ങനെയുള്ള എല്ലാ ഓഷ്യനുകളിലും കോമണായി കാണപ്പെടുന്ന ഒരു മീൻ വർഗ്ഗമാണ് ഷാർക്കുകൾ. ഷാർക്കുകൾ ഭക്ഷണം തേടാനും ഇണചേരാനും കിലോമീറ്റർ കണക്കിന് സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. ഈ ഷാർക്കുകളുടെ ആയുസ് എന്നത് ഏകദേശം 20 വർഷം മുതൽ 300 വർഷം വരെ ജീവിക്കുന്ന ഷാർക്കുകളുണ്ട്. ഈ ഷാർക്കുകൾക്ക് ഷാർക്ക് എന്നല്ലാതെ വേറൊരു പേര് കൂടിയുണ്ട്, അതിൻ്റെ പേരാണ് ഡോഗ് ഫിഷ്. ശരിക്കും ഈ സ്പീഷീസിന് ഷാർക്ക് എന്നൊരു പേര് വന്നത് ഡച്ച് ഭാഷയിൽ നിന്നാണ്. സിനിമകളിൽ ഷാർക്കുകൾ മനുഷ്യന്മാരെ തേടി പിടിച്ച് വേട്ടയാടുന്നത് പോലെ സീനുകൾ കണ്ടിട്ടുണ്ടാവില്ലേ? എന്നാൽ ഷാർക്കുകൾ തൻ്റെ ഇരയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് മനുഷ്യന്മാരെ വേട്ടയാടുന്നത്. ശരിക്കും മനുഷ്യന്മാരെ ഡയറക്റ്റായി വന്ന് ഷാർക്കുകൾ വേട്ടയാടാറില്ല. ശരിക്കും ഇത്രയും വർഷത്തെ കണക്കെടുപ്പിൽ ഷാർക്കുകൾ കാരണം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ കൊതുക് കാരണം മരിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. അതോടെ നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുന്നു. അപ്പോൾ ബൈ ബൈ.